തീരത്ത് അറേബ്യൻ തീരത്ത് അറേബ്യൻ തീരത്ത് നമസ്കാരം. അറേബ്യൻ തീരത്തേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ മരുപ്പച്ച തേടി കടൽ കടന്നവരുടെ കഥയാണ് അറേബ്യൻ തീരത്ത്. അറേബ്യൻ തീരത്തിൽ ഇന്നാദ്യം ശ്രീ രാജു മേനോൻ, അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ബൈ പ്രൊഫഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് എത്രമാത്രം വിജയം വരിക്കാം അതിന് ഉദാഹരണമാണ് അദ്ദേഹം ദുബായിൽ ഓഫീസുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലും ഓഫീസുണ്ട്, ഇന്ത്യയിൽ കേരളത്തിലും അദ്ദേഹത്തിന് ഓഫീസുകളുണ്ട്. സ്വന്തമായി ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ പോലും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ട്. ഞാൻ രാജു മേനോൻ, കോഴിക്കോടാണ് എൻ്റെ വീട്. ഇവിടെ 24 കൊല്ലം ഇവിടെ വന്നിട്ട്. എൻ്റെ കമ്പനിയുടെ പേരാണ് മോറിസൺ മേനോൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഈ മോറിസൺ മേനോൻ ഇവിടെ UAEയിലൊരു 7 ഓഫീസും അതുപോലെ തന്നെ ഖത്തറിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട്, ഒമാനിലൊരു ഓഫീസ്, ബഹ്റിനിൽ അതുപോലെ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഗൾഫ് വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ബാംഗ്ലൂർ, കൊച്ചി, ഡൽഹി, പിന്നെ കോഴിക്കോട് ഒരു IT കമ്പനി, അതുപോലെ തന്നെ ഒരു BPO കമ്പനി. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എൻ്റെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ലോ, ബാച്ചുലർ ഓഫ് കോമേഴ്സ്, മാസ്റ്റർ ഓഫ് കോമേഴ്സ്, പിന്നെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷനോട് ഇവിടെ വന്നത്. വിസിറ്റ് വിസയിലാണ് ആദ്യം ആ സമയത്തൊക്കെ ആൾക്കാർ എത്തിയിരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ആ വിസിറ്റ് വിസയിൽ വന്നു, ഇവിടെ വന്ന് പിന്നെ സാധാരണ പോലെ തന്നെ ഒരു ജോലിക്ക് കയറി, അതായത് CA, ഒരു ഓഡിറ്റർ എന്നുള്ള ജോലി. ശേഷമാണ് പിന്നെ ആ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയത്. ഈ 1991, 90 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് ഈ ഇന്ത്യ തന്നെ ശരിക്ക് സാമ്പത്തികമായിട്ട് ഒരു ഫോർവേഡായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആവാത്ത സ്ഥിതിയും അതുപോലെ തന്നെ ഇന്ത്യ ഓപ്പൺ അപ്പ് ആവുന്നതും 1991 ശേഷമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ശരിക്കും ഒരു തൊഴിൽ സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സ്ഥലമല്ലേ. അപ്പോൾ നോർമൽ കേസിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറവാകുമ്പോൾ നമ്മൾ എങ്ങനെയായാലും എവിടേക്ക് പോകണം? ഒന്നുകിൽ ബോംബെക്ക് പോകണം, അതെല്ലാം വെച്ചാൽ ഡൽഹിക്ക് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിലേക്ക് പോകണം. അപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ ഒരു ഒഴുക്ക് ഗൾഫിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ബോംബെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം എടുക്കും ട്രെയിനിലൊക്കെ പോയി തിരിച്ച് അല്ലെങ്കിൽ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. അന്ന് ഈവൻ കൊങ്കണും ഓപ്പൺ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതേസമയം ഇവിടെ ദുബായ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കൂടുതൽ, നമ്മളെ ആൾക്കാർ ഇവിടെ കൂടുതൽ, അതുപോലെ തന്നെ 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തി. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുബായാണ് ഈവൻ ഇന്ത്യയിലുള്ള മറ്റേത് സംസ്ഥാനങ്ങളെക്കാളിലും അല്ലെങ്കിൽ മെട്രോ സിറ്റികളെക്കാളിലും നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് നാഷണാലിറ്റി ഉണ്ടല്ലോ, ഒരു 100-110 നാഷണാലിറ്റി ഉണ്ട് ഇവിടെ. ഇത്രയും ആൾക്കാർ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഇൻറ്ററാക്ഷൻസ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കാണുന്ന ആകെ കേരളത്തിലുള്ള ആൾക്കാരായിരിക്കും കേരളത്തിൽ ജീവിക്കുമ്പോൾ. തുടക്ക സമയങ്ങളിൽ ഒരു 15 കൊല്ലം അത്ര ഹാർഡ് വർക്കും അതുപോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ കേരളത്തിൽ പോയിരുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ട്, അതല്ല എല്ലാ കൊല്ലം പോവും, എന്നിരുന്നാൽ പോലും മാക്സിമം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, അങ്ങനെ ഈ ഒരു സമയത്ത് കൂടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഇതാണിത്.
അപ്പോൾ ഇന്ന് അതേസമയം ഞാൻ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഇപ്പോഴൊക്കെ ഞാൻ ഒരു 120 ഡേയ്സും 160 ഡേയ്സ് വരെ നാട്ടിൽ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിസ്റ്റം കൊണ്ടുവരുന്നു. ആ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രീ ആവുന്നുള്ളൂ. ദുബായ് ശരിക്കും ഓയിലൊക്കെ വളരെ കുറവായിട്ടുള്ള, അതിൽ വളരെ 5% ഓയിലും കൂടി ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം ഇവിടുത്തെ UAE പ്രൊഡക്ഷൻ്റെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമാനമില്ലാത്ത ഒരു സ്ഥലത്തെ ഇത്രയും സമൃദ്ധമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഭാവനം മാത്രമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക കൂടുതൽ, എന്നിട്ട് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കുക, അവരെ ഇവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അപ്രോച്ച് ഗവൺമെൻറ് എടുത്തുകൊണ്ട് മാത്രമാണ് ആ ലെവലിലേക്ക് അതിനെ പോകാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ വേറൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടു നൺ എന്നുള്ളതാണ്. അതായത് സെക്കൻഡ് എന്നുള്ള പ്രശ്നമില്ല, എവറിത്തിങ് ഫസ്റ്റ്. എവറിത്തിങ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഒന്നാമനായിരിക്കുക. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ആ അപ്രോച്ച് ശരിക്കും എല്ലാ ജനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ രീതി. ഒന്നാമത്തെ കൺട്രി വളരെ വലുതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരു പരിധി വരെ ഡെമോക്രസി വേണം, ഡെമോക്രസിയാണ് നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം. എന്നിരുന്നാൽ പോലും ആ ഡെമോക്രസിയിൽ പലതും നടക്കാണ്ട് പോകുന്നുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ഇവിടുത്തെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ടാണ് 40 കൊല്ലം 50 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്ത് ലാസ്റ്റ് 10 കൊല്ലം കൊണ്ടാണ് നടന്നത്. അപ്പോൾ അതുപോലൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ വിഭാവനം ചെയ്യാനോ പറ്റില്ല. റീസൺ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുറേ അഭിപ്രായങ്ങളും കുറേ എതിർപ്പുകളും അതുപോലെ കുറേ ഈ ഷോർട്ടായിട്ടുള്ള വിഷനും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ആ ഒരു നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈസി അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ലീഡർക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഏതൊരാൾ നമ്മളിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും, ഡെമോക്രസി എന്ന് പറഞ്ഞാലും അതല്ല ഒരു പൊളിറ്റിക്കൽ സംഘടന എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ള ലീഡർ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്തായാലും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ശരിക്കും പറഞ്ഞാൽ ഒരു പറഞ്ഞാൽ അമേരിക്ക. കാരണം അമേരിക്കയിൽ ഇപ്പോൾ എന്ത് തന്നെയായാലും ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും ജനങ്ങളുടെ ആവശ്യങ്ങളെ ശരിക്കും ജനങ്ങളുടെ ആവശ്യങ്ങളായിട്ട് തന്നെ കാണുന്നതുകൊണ്ടാണ് അവിടെ വികസനം നടക്കുന്നത്. ഈ വികസനത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് എനിക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കാര്യമുണ്ട്, DMK വന്നാലും DMK വന്നാലും അവർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം വളരെ നോക്കിയിട്ടാണ് അവർ നടത്തുന്നത്. ഈ ഒരു സ്ഥലങ്ങൾ മുഴുവനും ന്യൂ ഡെവലപ്മെൻറ്റാണ്. അതായത് കഴിഞ്ഞ ഒരു 13 വർഷത്തെ ഉള്ളിൽ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റാണിത്. ഇതൊക്കെ കംപ്ലീറ്റ് ഡെസേർട്ടായിരുന്നു. ഡെസേർട്ടിനെ ശരിക്കും മാറ്റി ഒരു റോഡും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു വല്ലാത്തൊരു വിഷൻ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. എവിടെ നിന്ന് തന്നെ ആൾ വന്നാലും ഈ ദുബായ് ഇത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ടാണ്. കാരണം ഇത്രയ്ക്ക് വിഷണറി അല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് ഒരിക്കലും ഇതിനെ ഇങ്ങനെ ഈ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഡിസംബറിലാണ് ഞാൻ മാരേജ് ചെയ്തത്. എൻ്റെ വൈഫ് ഗിരിജ അന്ന് CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പാർട്ട്ണറായിട്ട്. പിന്നെ 3 മക്കളുണ്ട് എനിക്ക്. മൂത്ത ആൾക്ക് ഇപ്പോൾ 16 വയസ്സായി. രണ്ടാമത്തെ ആൾ 8ാം ക്ലാസ്സിൽ 13 വയസ്സ്. മൂന്നാമത്തെ ആൾ 6ാം ക്ലാസ്സിൽ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള 3 ബോയ്സാണ് എനിക്കുള്ളത്. അൽ ജാഫിലിയയിലെ ഒരു മനോഹരമായ ഒരു വില്ലയിലാണ് സാറും കുടുംബവും താമസിക്കുന്നത്. മാഡം ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ്, ഫാമിലി തന്നെ. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 20 വർഷമായി.
ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഓ പാർട്ട്ണറാണ്. ലൈഫ് പാർട്ട്ണറുമാണ്, ബിസിനസ് പാർട്ട്ണറുമാണ് അല്ലേ? കുടുംബജീവിതവും ഔദ്യോഗിക അത് ജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളുടെ സമയത്തിനനുസരിച്ചാണ് ഓഫീസിൽ പോണത്. ഓഫീസിലെ വർക്ക് വീട്ടിലിരുന്നും ചെയ്യും. അതെ അതെ. രണ്ടും ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവും. രാവിലെ ഓഫീസിൽ പോകാറുള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഓഫീസ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. 11th ഇപ്പൊ പഠിക്കുന്നത് അല്ലേ? സിഎ തന്നെയാണോ താല്പര്യം? അച്ഛനും അമ്മയും അങ്ങനെ ആകുമ്പോ അല്ലേ? കൊമേഴ്സ് എടുത്തു. അതിലേക്കുള്ള ഒരു ശ്രമമാണ് അല്ല? അത് നിർബന്ധമുണ്ടോ? അച്ഛനും അമ്മയും സിഎ ആയതുകൊണ്ട്? അതല്ല, അത് ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് അതിലേക്ക് തന്നെ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ഓൺ കമ്പനി അല്ലേ, അത് ആരെയും നടത്തണ്ടേ. അത് ശരി, അതാണ് മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടാണ്. ഈ കമ്പനി ഇവർ രണ്ടും കൂടി അടിയിടും, ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കുഴപ്പമുണ്ടാവില്ല, പാർട്ട്നേഴ്സ് അല്ലേ. ഓ, അവരെ പാർട്ട്നേഴ്സ് ആക്കി. നിങ്ങൾ ഇനിയിപ്പോ സാറ് വൈഫിന് റെസ്റ്റ് ചെയ്യാൻ കണ്ടോ? ഇവര് കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, നിങ്ങൾ സാറ് പ്രതീക്ഷിച്ചതിനപ്പുറമാണ് നിങ്ങളുടെ. മഞ്ഞക്കിളി എന്താ പേര്? ഗോവിന്ദ്. മോന്റെ പേര്? അരവിന്ദ്. അരവിന്ദ്, ഗോവിന്ദ്, മാധവ്. അരവിന്ദ്, ഗോവിന്ദ്, മാധവ്. ഒരു ഇന്ത്യയുടെ കുറവുണ്ടല്ലോ മാധവിന്. ഗോവിന്ദ് ഏത് സ്റ്റാൻഡേർഡിലാ? സ്കൂള് മില്ലേനിയം സ്കൂൾ. ശരി, മോൻ മാധവ് 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. സ്കൂളില് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണാഘോഷങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്തായാലും താല്പര്യമില്ല. എന്താ ഇൻട്രസ്റ്റ്? പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ്? എനിക്ക് സ്വിമ്മിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങള് കോമ്പറ്റീഷനിലൊക്കെ പോകാറുണ്ട്. പ്രൈസ് ഒക്കെ വിൻ ചെയ്യാറുണ്ടോ? സ്വിമ്മിങ് ആണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി? സ്വിമ്മിങ് തന്നെ. രാവിലെ മോർണിംഗ് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഇവൻ കുറച്ച് മുമ്പ് നാഷണൽസിന് പോയിരുന്നു പൂനെയില്. ഇപ്പൊ റിലേയിൽ എന്തോ കിട്ടിയിട്ട്, റിലേയിൽ ഫസ്റ്റ് കിട്ടി. ക്ലസ്റ്റേഴ്സ് ഈ പ്രാവശ്യം എന്തോ നെക്സ്റ്റ് മന്ത് എന്തോ ആണ് ആ കോമ്പറ്റീഷൻ, അതിൽ ജയിച്ചാൽ ക്വാളിഫൈ. പിന്നെയും നാഷണൽസിന് പോവാം. വീണ്ടും പോവാം. നമ്മള് നാടുമായിട്ട് ഇവർക്ക് അവിടെ പോകുമ്പോ കൂടുതൽ താല്പര്യമാണോ അവിടെ നിൽക്കാൻ? അതെ, അവര് പറഞ്ഞത് താല്പര്യക്കുറവൊന്നുമില്ല. അല്ല, താല്പര്യം കുറവല്ല. മലയാളം നാടിനെ ഒക്കെ ഇഷ്ടപ്പെടുകയാണല്ലേ? മലയാളം അവിടെ വേറെ ഉള്ള ഗുണം മീൻ പിടിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അവിടുത്തെ ബാക്ക് വാട്ടേഴ്സും അതൊക്കെ ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ചെയ്യുകയാണെങ്കിലും പൈസ കൊടുക്കണം, കുറെ പൈസ ഉണ്ടാവും. ഡീപ് സീ ഫിഷിംഗ്. ശരി, ഇനി ഞാൻ ഈ മൂഡ് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കും. ഞാൻ നിങ്ങൾ മലയാള ഭാഷയിൽ നിങ്ങൾക്ക് മലയാളമായിട്ട് നല്ല അടുപ്പമുണ്ടെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ പറയുന്ന ഒരു മലയാള വാക്ക് തെറ്റിക്കാതെ പറയാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. റെഡിയാണോ? ഗോവിന്ദ് റെഡിയാണോ? ആദ്യം ഗോവിന്ദ് സ്വിമ്മ് ചെയ്യുന്നതും ഇതും തമ്മിലുള്ളതിലും ഏതാണ് ഈസി എന്ന് നമുക്ക് ഇപ്പം അറിയാം. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള പറയാൻ പറ്റുമോ? കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. നീന്താൻ പോകുന്നതാണ്. സ്വിമ്മിങ് ഈസ് ബെറ്റർ. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. നന്നായിട്ട് പറഞ്ഞു. അവിടുത്തെ ചാൻസ് ആയിരുന്നു. ഇനി പറഞ്ഞു തെറ്റിക്കണ്ട. ഇവിടെ പറയുന്ന നോക്കട്ടെ. കിളി ഉരുളി ഉരുളി കിളി ഉരുളി ഉരുളയിൽ ഒരു ചോറ്. നാക്കൊക്കെ വളഞ്ഞ് തിരിഞ്ഞിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകും. കിളി ഉരുളി
വാലുരുളി കിളി ഒരുള്ളയിലൊരു ചോറുള്ള. ഇതിപ്പോ മുത്തശ്ശിയെല്ലാം കേൾക്കുകയാണെങ്കിൽ അവിടെ ചെല്ലും ഇനി എന്താ പറയാത്തെന്ന് ചോദിക്കും. ഒന്നുകൂടെ ട്രൈ ചെയ്യ്. കിളിരുരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള. കിളി ഉരുളി വാലുരുളി കിളി ഉരുളിയിലൊരു ചോറുള്ള. കറക്റ്റ് അല്ലേ? ഇപ്പൊ വാക്കുകൾ മനസ്സിലായി, ഇനി അത് തെറ്റിക്കാതെ പറ. തപ്പി തപ്പിയാണോ പറയുന്നത്? നല്ലോണം പറയണ്ടേ. കിളി ഉരുളി വാലുരുളി കിളി ഉരുളിയിലൊരു ചോറുള്ള. അങ്ങനെയാണ് കറക്റ്റ് ആണോ പറഞ്ഞത്? എങ്ങനെ ഇത് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്. ശരി, നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ബെല്ലോ ബസ് റെൻ്റൽസ്, അതായത് ദുബായിൽ വാഹനങ്ങൾ ഏത് തരത്തിൽ വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും നമുക്ക് സമീപിക്കാവുന്നൊരു സ്ഥാപനമാണ് ബെല്ലോ. ബെല്ലോ നമുക്കൊരു ദോ ക്രൂസ് ഡിന്നറിനുള്ള കൂപ്പൺ തരുന്നുണ്ട്. ക്രീക്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് 5 പേർ കൂടെ ഒരു ഡിന്നർ ആവാം. ഞങ്ങളോടൊപ്പം ചേർന്നതിനുള്ള ഞങ്ങളുടെ സന്തോഷം. ഇനി നമുക്കൊരു കലാകാരനെ പരിചയപ്പെടാം. ദുബായിൽ കാലങ്ങളായി അദ്ദേഹം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഒപ്പം സിനിമയും സംഗീതവും അദ്ദേഹം കൂടെ കൊണ്ട് നടക്കുന്നു, ജീവരക്തം പോലെ. ശ്രീ ബഷീർ സിൽസില. എൻ്റെ പേര് ബഷീർ സിൽസില എന്നറിയപ്പെടുന്നു. നാട്ടിൽ മാറഞ്ചേരി സ്ഥലത്താണ് എൻ്റെ വീട്. ഒരു 20 വർഷമായിട്ട് ഇവിടെ ദുബായിലുണ്ട്. 1995 ഇവിടെ വന്നു. വരുമ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ്. നാട്ടിലുള്ള എല്ലാ ആളുകളെയും ബാധിച്ചിരിക്കുന്ന ഒരു ഗൾഫ് സ്വപ്നം അതെന്നെയും ബാധിച്ചു. സത്യത്തിൽ നാട്ടിലൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട് സർക്കാർ സർവീസിൽ. എന്നിട്ട് പോലും ഒരു ഗൾഫ് സ്വപ്നം ഉണ്ടായത് നാട്ടിലെ ഒരു വ്യവസ്ഥിതി തന്നെയാണ്, അതിൻ്റെ ഒരു അപാകത തന്നെയാണ്. അതുകൊണ്ട് ഗൾഫിൽ പോയിട്ട് സാമ്പത്തിക ഭദ്രത കൂടുതലുണ്ടാക്കുക എന്നുള്ള സ്വപ്നം കൊണ്ട് തന്നെയാണ് ഗൾഫിൽ വന്നത്. വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും എത്തിയിട്ടുള്ളത്. ആ സമയത്ത് ഒരു വിസിറ്റിംഗ് വിസക്കാരൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും യാതനകളും ഈ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് വന്ന് ഒരു ജോലി കിട്ടിയ അതേ സ്ഥാപനത്തിൽ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു താല്പര്യം എൻ്റെ മനസ്സിൽ ഇതുവരെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ 1993 തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈ ദുബൈയിലെ തന്നെ റൂളേഴ്സ് ഫാമിലിയിലെ ഒരു ഷെയ്ഖിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ കമ്പനി തുടങ്ങിയത് 93 ആ സമയത്ത് തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 20 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആ സേവന കാലഘട്ടം, അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എൻ്റെ സ്റ്റാഫിൽ നിന്ന്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വല്ലാത്തൊരു ഔദാര്യവും അല്ലെങ്കിൽ പരിഗണനയും അല്ലെങ്കിൽ ബഹുമാനവും അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇപ്പോൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലത്തിൽ എൻ്റെ മ്യൂസിക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. കോളേജ് കാലഘട്ടങ്ങളിൽ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വല്ലാതെ ഇടപെട്ടിരുന്നു. എന്നിലുള്ള സംഗീതവും ആ സംഗീതത്തിൻ്റെ താല്പര്യവും ഏതെങ്കിലും ഒരു സംഗീത ഉപകരണത്തിലേക്ക് എടുത്തുകൊണ്ട് ആ ഉപകരണത്തിലൂടെ എൻ്റെ സംഗീതം പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഗിറ്റാറിസ്റ്റ് ആയത്. ഗുരുവായൂർ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, നാദം ഓർക്കസ്ട്ര. അതിനുശേഷം തൃശ്ശൂർ വേവ്സിൽ ഞാൻ ഗിറ്റാർ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 6 മ്യൂസിക് ആൽബംസ് ഞാനിവിടെ പുറത്തിറക്കുകയുണ്ടായി. 2 ആൽബംസ് ഈസ്റ്റ് കോസ്റ്റാണ് ഇവിടെ പുറത്തിറക്കിയത്. ആ ഒരു അവസരം ഉണ്ടായത് തീർച്ചയായിട്ടും ഈ ഗൾഫിൽ വന്നുകൊണ്ട് മാത്രമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സംഗീത ആൽബം ഞാൻ പുറത്തിറക്കാനുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഇൻസ്പിറേഷൻ തന്നത് എൻ്റെ ഇവിടുത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ലാലു, സജീവ്, സലീം എന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഗീത ആൽബം പുറത്തിറക്കി, സിൽസില എന്ന് പറഞ്ഞിട്ട്. സിൽസില എന്നൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് 10 വർഷമായിട്ട്. അതിൻ്റെ 10ാം വാർഷികം കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് നടന്നത്. ഈ സിൽസിലയുടെ ഉത്ഭവം തന്നെ ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്.
ഇത് ജുമേര 1. ഇവിടുത്തെ ഒട്ടുമിക്ക വലിയ അറബികളും അതുപോലെ തന്നെ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സുരക്ഷിതവും അതുപോലെ തന്നെ ഭയമില്ലാതെ ജീവിക്കാനും പറ്റുന്ന ലോകത്തെ കുറച്ച് രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ദുബായ്. സീരിയലിൻ്റെ ഒരു ആധിക്യം ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു 5 ടെലി സിനിമകൾ ചെയ്തു. ആ ഒരു ബന്ധത്തിൽ നിന്ന് വന്നതാണ് ഈ സിനിമ. അതോടുകൂടി തന്നെ വന്ന ബന്ധങ്ങളാണ് ഷാജി അസീസ് അതുപോലെ തന്നെ ഗിരീഷ് കുമാർ അവരുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടായത്. അതാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അതിനുശേഷം ഒരുപാട് പ്രൊജക്റ്റ് വന്നെങ്കിലും ഒരു സിനിമാക്കാരനാകാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറാകാനോ 100% മാനസികമായിട്ട് തയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ല. എങ്കിലും ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ ഏതൊരു പ്രൊജക്റ്റുമായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അനൗൺസ് ചെയ്യാനായിട്ടില്ല എങ്കിൽ തന്നെയും രഘുനാഥ് പലേരി സംവിധാനം ചെയ്യുന്നൊരു സിനിമ അതിന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ ഗൾഫിൽ ഇവിടുത്തെ പ്രവാസികൾ അവരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു സിനിമ, ഒരു ഹൊറർ സിനിമയാണ്, അതിന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹൊറർ സിനിമയുടെ 3 ഗാനങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ടുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. മിക്കവാറും അത് നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ആ സിനിമ ഇവിടെ ഗൾഫിൽ വെച്ച് ചിത്രീകരിക്കാനുള്ള സാധ്യത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ പ്രവാസ ജീവിതം അതിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ മാനസികമായിട്ട് തയ്യാറുള്ള ഏതൊരാൾക്കും ഇത് നല്ല സ്ഥലമാണ്. ഭാര്യ റമീന നാട്ടിൽ ഗവൺമെൻറ് സർവീസിലാണ്, അധ്യാപികയാണ്. 3 മക്കൾ. മൂത്ത മകൻ എൻജിനീയറിംഗ് ഫൈനൽ സെമസ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ മകൻ നിബിൻ, അവനിപ്പോൾ ഈ വർഷം ബിടെക്കിന് ചേർന്നു. പിന്നെ ഒരു മോളാണ്, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൻ്റെ തീരത്ത് കൂടുകൂട്ടിയ കാഴ്ചയുടെ കൗതുകത്തിൻ്റെ അറിവിൻ്റെ അറേബ്യൻ തീരത്ത് ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുക, വിലപ്പെട്ട സമ്മാനങ്ങളും നേടുക. അറേബ്യൻ തീരത്ത് ഇനി അടുത്ത ആഴ്ച.